ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു പുറത്തേക്ക് പോകുന്നത് കണ്ട് ആകെ വിഷമത്തോടെ രാഘവൻ നായർ നോക്കിയിരിക്കുമ്പോൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ശാലിനിയുടെ അവസ്ഥ കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് ശാലിനി സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ഓരോന്നും ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയും ശാരദാമ്മയെയും ശാലിനിയെയും സത്യാമ്മ ചോദ്യം ചെയ്തതുമെല്ലാം ഓർത്ത് ശാലിനി വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് ശാരദാമ്മ വല്ലാതെ സങ്കടപ്പെടുന്നു. മകളുടെ ആ ഇരിപ്പ് കണ്ട് എന്ത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ വേദനയോടെ ശാരദാമ്മ പൂജാമുറിയിലേക്ക് മടങ്ങിയെത്തി. ദേവിയുടെ മുന്നിൽ നിന്ന് കണ്ണീരോടെ ശാരദാമ്മ പ്രാർത്ഥിച്ചു. എന്റെ ദേവി, എന്റെ കുഞ്ഞിന് എന്തിനാണ് ഇങ്ങനെ ഒരു ഗിരുതി ഉണ്ടാക്കിയത്? ഇങ്ങനെ ഒരു വിധി അവൾക്ക് വേണ്ടി നീ എങ്ങനെ മാറ്റിവെച്ചു? എന്റെ മോളുടെ ജീവിതം ഇനിയെങ്കിലും ഒന്ന് കരകയറ്റി കൊടുക്കണേ, അവളുടെ കണ്ണുനീര് ഇനിയെങ്കിലും ഒന്ന് മായ്ച്ചു കൊടുക്കണേ എന്ന് കണ്ണീരോടെ ശാരദാമ്മ പ്രാർത്ഥിക്കുമ്പോൾ കാർത്തികയെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന മധുശ്രീയുടെ മനസ്സിൽ കാർത്തിക സത്യാമ്മയുടെ മുന്നിൽ നടത്തിയ അഭിനയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ എന്നെക്കാളും വലിയ നാടക നടിയാണ്. അല്ല എങ്കിൽ ഇതുപോലെയൊന്നും അവൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കില്ല. സത്യഭാമയുടെ മുന്നിൽ ഇതുപോലൊക്കെ അവൾക്ക് സാധിച്ചെങ്കിൽ അവൾ ചില്ലറ നാടകക്കാരിയല്ല. എന്തായാലും അവളുടെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തിയേ തീരൂ. അവൾ എന്തൊക്കെയോ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. അതെല്ലാവർക്കും മുന്നിൽ എനിക്ക് തെളിയിക്കണം. അതിനെന്താണൊരു വഴി എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് മധുശ്രീ. അങ്ങനെ അക്കാര്യമെല്ലാം ആലോചിച്ച് മധുശ്രീ കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ ചിന്തിച്ചു, എന്തായാലും ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഈ പ്രശ്നത്തെയൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഈശ്വരൻ എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് തരും, എനിക്കത് ഉറപ്പാണ് എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്റെ കാറിനെ കടന്നു പോകാനായി മറ്റെന്തൊക്കെയോ ആലോചിച്ച് റോഡ് സൈഡിൽ നിന്ന് നേരെ റോഡിലേക്ക് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനെ തന്റെ വണ്ടി ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ മധുശ്രീ തന്റെ വണ്ടിയുമായി കടന്നു പോന്നു. അപ്പോഴേക്കും സൈഡ് വഴി വന്ന ആ ചെറുപ്പക്കാരൻ കയ്യിലൊരു മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് വന്നപ്പോ മധുശ്രീയുടെ കാറിന് മുന്നിലേക്ക് എത്തിയതും കാറ് തന്നെ തട്ടുമെന്നുള്ള ഭയത്തിൽ ആ ചെറുപ്പക്കാരനും അവിടെ അടുത്തുള്ള ആ ആൾത്തറയിലേക്ക് എടുത്തു ചാടി. അങ്ങനെ ആൾത്തറയ്ക്ക് മുകളിലേക്ക് ആ ചെറുപ്പക്കാരൻ വീണ് കിടക്കുകയും അയാളുടെ മൊബൈൽ ഫോൺ ആ ആൾത്തറയിൽ വീണ് തകർന്ന് അവിടെ കിടക്കുകയും ചെയ്തു. ഇത് കണ്ട മധുശ്രീ ആകെ ഭയത്തോടെ ആ ചെറുപ്പക്കാരനരികിലേക്ക് വന്നു. ദൈവമേ, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, തട്ടിപ്പോയിട്ടുണ്ടാകുമോ എന്നെല്ലാം ഭയത്തോടെ ആ ചെറുപ്പക്കാരൻ്റെ അരികിൽ വന്ന് മധുശ്രീ പതുക്കെ അയാളെ കുലുക്കി വിളിച്ചു. പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റതും അയ്യോ സോറി എന്ന് പറഞ്ഞ് പെട്ടെന്ന് എല്ലാം ഒന്ന് ബ്ലാക്ക് ഔട്ട് ആയി പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും എന്താണെന്നുള്ള രീതിയിൽ ആകെ അതിശയത്തോടെ മധുശ്രീ ചോദിച്ചു, അല്ല എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചതും ഒന്നും പറ്റിയില്ല, എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, ഭാഗ്യം. അല്ല എൻ്റെ ഫോൺ അങ്ങനെ പറഞ്ഞ് അയാൾ അവിടെ എല്ലായിടത്തും നോക്കിയപ്പോഴാണ് അപ്പുറത്ത് ആൾത്തറയ്ക്ക് മുകളിലായിട്ട് എൻ്റെ ഫോൺ കിടക്കുന്ന കണ്ടത്. അതെ, എനിക്കൊന്നും പറ്റിയില്ല, മേഡം പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മധുശ്രീ പറഞ്ഞു, പിന്നെ എനിക്കൊന്നും പറ്റിയില്ല എന്ന് താനേ എവിടെ നോക്കിയാടോ വഴിയിലൂടെ നടക്കുന്നത്? എൻ്റെ വണ്ടിയുടെ നേരെ താൻ എടുത്ത് ചാടിയില്ലേ? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ ഇപ്പോ ഞാൻ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വന്നില്ലേ, ഞാൻ അകത്ത് പോകേണ്ടി വരുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, മേഡം എനിക്കൊന്നും പറ്റിയില്ലല്ലോ, മേഡത്തിനൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിടൂ പ്ലീസ് എന്ന് പറഞ്ഞപ്പോ ഉടനെ മധുശ്രീ പറഞ്ഞു, അത് ശരി, ഇപ്പോ അങ്ങനെയായല്ലേ, ഞാൻ കുറ്റക്കാരിയായ രീതിയിലാണല്ലോ തന്റെ ഈ സംസാരം, താൻ തോന്നിയ രീതിയിലെല്ലാം ഇതിലെ നടന്നു വന്നിട്ട് അവസാനം തന്റെ നേരെ എന്റെ കാറ് വന്ന് ഇടിച്ചതുപോലെയാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞതും ഉടനെ അയാൾ പറഞ്ഞു, എന്റെ മേഡം ഞാൻ സോറി പറഞ്ഞില്ലേ, എന്നെ വെറുതെ വിട്ടേക്ക്, സോറി മേഡം എന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ തപ്പി നടന്ന അയാൾ ആ ആൾത്തറയിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ കണ്ടെത്തി. ഓ ഭാഗ്യം, ദൈവമേ ഇത് ഡിസ്പ്ലേ ആകെ തകർന്നു പോയല്ലോ എന്ന് പറഞ്ഞ് ആ മൊബൈൽ ഫോണുമായി മധുശ്രീയുടെ മുന്നിലേക്ക് അയാൾ വന്നു. പെട്ടെന്ന് തന്റെ മൊബൈല് ഓണാക്കിയത് ഇത് ഓണായി എന്ന് പറഞ്ഞ് ഫോണിന്റെ ലോക്ക് അഴിച്ചെടുത്തപ്പോ അതിൽ തെളിഞ്ഞു വന്നത് മധുശ്രീയുടെ ഫോട്ടോയും. ആ ഫോട്ടോ കണ്ടതോടെ കാർത്തികയുടെ ഫോട്ടോയും. മധുശ്രീ അത് കണ്ടതോടെ ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും കാർത്തികയുടെ ഫോട്ടോ കണ്ടതോടെ അയാൾ പെട്ടെന്നൊന്ന് പുഞ്ചിരിച്ചു. ഇത് കണ്ട ഉടനെ തന്നെ മധുശ്രീയോട് ചോദിച്ചു, മധുശ്രീ വേഗം ചോദിച്ചു, അല്ല ഇതാരാടോ തന്റെ ഫോണിൽ കണ്ട ഈ പെൺകുട്ടി? അല്ല ഇവിടെ എവിടെയെങ്കിലും മൊബൈൽ ശരിയാക്കുന്ന സ്ഥലം വല്ല ഉണ്ടാവുമോ? എന്തായാലും എത്രയും വേഗം ഈ ഡിസ്പ്ലേ ഒന്ന് മാറ്റണം. അല്ല അപ്പൊ ശരി മേഡം, എന്നാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് അയാൾ പോകാൻ തുടങ്ങിയത് മധുശ്രീ പറഞ്ഞു, അതെ ഒന്ന് നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ തൻ്റെ ഫോണ് എന്ന് പറഞ്ഞിരിക്കും. ഉടനെ
അയാൾ പറഞ്ഞു, അയ്യോ മേഡം, ഞാനേ ഒരു കുഴപ്പക്കാരനല്ല, ഐ ആം എ ജെന്റിൽമാൻ. മേഡം തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒന്നും തന്നെ എൻ്റെ ഫോണിലില്ല. ഞാൻ ഫോൺ നോക്കി വന്നു എന്ന് പറഞ്ഞ് ശരി തന്നെയാണ്. പക്ഷേ മേഡം തെറ്റിദ്ധരിക്കുന്ന പോലെ ഒന്നും തന്നെ ഇല്ല. ഞാൻ പൊയ്ക്കോട്ടെ മേഡം എന്ന് പറഞ്ഞതും ഉടനെ മധുശ്രീ പറഞ്ഞു, താൻ അവിടെ നിൽക്കടോ, ആ ഫോണിങ്ങ് കാണിച്ചേ എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് അതിലെ ഫോട്ടോ വീണ്ടും നോക്കി. അത് കാർത്തികയുടെ ഫോട്ടോ തന്നെയാണെന്ന് ഉറപ്പായതോടെ മധുശ്രീക്ക് അല്പം ആശ്വാസമായി. ഉടനെ തന്നെ മധുശ്രീയെ നോക്കി പുഞ്ചിരിച്ചുണങ്ങി നിൽക്കുമ്പോൾ അയാൾ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഇത് ആരുടെ ഫോട്ടോയാടോ എന്ന് തന്റെ കയ്യിലെ ഫോട്ടോ കണ്ടിട്ട് അയാളെ കാണിച്ചിട്ട് മധുശ്രീ ചോദിച്ചു. അപ്പോഴേക്കും, അല്ല അതെന്തിനാ നിങ്ങൾ അറിയുന്നതെന്ന് ചോദിച്ചതും മധുശ്രീ ചോദിച്ചു, അല്ല ഈ പെൺകുട്ടി നിങ്ങളുടെ ആരാ എന്ന് ചോദിച്ചു. ഇത് എൻ്റെ ഭാര്യ ആകേണ്ടവളായിരുന്നു മേഡം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ ഇവൾ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ മധുശ്രീ ചോദിച്ചു, മനസ്സിലായില്ല. അല്ല, ഞാനുമായിട്ടുള്ള വിവാഹ നിശ്ചയ പന്തലിൽ നിന്ന് അവൾ എവിടേക്കോ ഒളിച്ചോടിപ്പോയി. എവിടേക്കാ പോയതെന്ന് എനിക്കറിയില്ല. ശരിക്കും അവളെയും അവളുടെ വീട്ടുകാരെയും എൻ്റെ കുടുംബക്കാരെയും നന്നായിട്ട് അപമാനിച്ച രീതിയിലാണ് അവളെ ചെയ്തത്. അത് കേട്ടതും ഉടനെ മൗസ്രി ചോദിച്ചു, അല്ല ഈ പെൺകുട്ടിയുടെ കുടുംബക്കാരോ എന്ന് ചോദിച്ചതും, അതെ മേഡം, നല്ലൊരു തറവാട്ടിൽ തന്നെയാണ് ഇവൾ ജനിച്ചത്. ആ വീട്ടുകാർ ഇവൾക്ക് ഒരു വിവാഹം ആലോചിച്ചു, ഞാനുമായിട്ടുള്ള ബന്ധം. പക്ഷേ എൻ്റെ വീട്ടുകാര് എൻ്റെ ഈ വിവാഹം മുടങ്ങിയതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്താത്ത ദിവസങ്ങളില്ല. സത്യത്തിൽ ഞാൻ കാരണമാണ് ആ പെണ്ണ് ഒളിച്ചോടി പോയെന്ന് വരെയാണ് അവർ പറയുന്നത്. ഞാൻ ലഹരി മരുന്നിന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു ഒരു കള്ളക്കേസിൽ ജയിലിൽ പോകേണ്ടി അല്ലെങ്കിൽ സ്റ്റേഷനിൽ കയറേണ്ടി വന്നു എന്ന ഒറ്റ കാരണത്താലാണ് അവൾ എന്നെ ഇട്ടിട്ട് പോയെന്നാണ് വീട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് അവളെ അന്വേഷിച്ച് നടക്കുകയാണ്. അവളെ തന്നെ കൊണ്ടുപോയി മുന്നിൽ നിർത്തി എൻ്റെ പേരിലുള്ള ഈ കളങ്കം എനിക്ക് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവളെ അന്വേഷിച്ച് വരുന്നത്. അത് കേട്ടതും മറുശ്രീ ചോദിച്ചു, അപ്പോൾ താൻ ഇവിടുത്തുകാരനല്ലേ എന്ന് ചോദിച്ചതും, അല്ല മേഡം, അവൾ ഈ നാട്ടിൽ വന്ന് ട്രെയിൻ ഇറങ്ങുന്ന ഒരു ദൃശ്യം ഇവിടുത്തെ റെയിൽവേ പോലീസിന്റെ അവരുടെ CCTV നിന്ന് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇനി ഈ നാട്ടിൽ എവിടെയെങ്കിലും അവൾ ഉണ്ടെങ്കിൽ അവളെ കണ്ടെത്തണം, അതാണ് എൻ്റെ ലക്ഷ്യം. അത് കേട്ടതും മധുശ്രീ പറഞ്ഞു, ഓഹോ അത് ശരി. അല്ല നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിച്ചതും ജയശങ്കർ എന്ന് പറഞ്ഞു. അത് ശരി, ജയശങ്കർ അല്ലേ എന്ന് ആലോചിച്ച് അല്പനേരം മധുശ്രീ അങ്ങനെ നിന്നു. അപ്പോഴേക്കും മധുശ്രീ ചോദിച്ചു, അല്ല ഈ പെൺകുട്ടിയെ ഇനി കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാനാ, ഇനിയും വിവാഹം കഴിക്കാനാണോ എന്ന് ചോദിച്ചതും ഉടനെ ജയശങ്കർ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ആദ്യം അവളെ കണ്ടെത്തി നാട്ടിൽ കൊണ്ടുപോയി എൻ്റെ വീട്ടുകാരെയും അവളുടെ വീട്ടുകാരുടെയും മുന്നിൽ കൊണ്ടുപോയി കാട്ടിക്കൊടുക്കണം. ശരിക്കും എന്താണ് സംഭവിച്ചതെന്നും എന്ത് കാരണത്താലാണ് അവൾ നാട് വിട്ടു പോയതെന്നും എന്നതിന്റെ സത്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. ഞാൻ കുറ്റക്കാരനല്ല എന്ന് എല്ലാവരോടും എനിക്ക് അറിയിക്കണം. അതാണ് ആദ്യത്തെ എൻ്റെ ലക്ഷ്യം. അതിനുശേഷം പിന്നീട് മറ്റെന്തും ആലോചിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടതും മധുശ്രീയോട് ഉടനെ അയാൾ ചോദിച്ചു, അതൊക്കെ ഇരിക്കട്ടെ മേഡം, മേഡം എന്തിനാ ഇതൊക്കെ എന്നോട് ചോദിച്ചത്? ഈ പെൺകുട്ടിയെ മേഡത്തിന് പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മധുശ്രീ പറഞ്ഞു, ഓ ഇല്ല, ഇനി അഥവാ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒന്ന് ശ്രദ്ധിക്കാം ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, താൻ വന്നപ്പോ തന്റെ കഥകളൊക്കെ പറഞ്ഞപ്പോ തന്റെ കഥകളൊക്കെ കേട്ട സമയത്ത് എനിക്ക് വല്ലാത്ത ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ തന്നോട് അന്വേഷിച്ചത് എന്ന് മധുശ്രീ ജയശങ്കറിനോട് അറിയിച്ചു. അത് കേട്ടതും ജയശങ്കറിനോട് മധുശ്രീ പറഞ്ഞു, അല്ല തന്റെ ഫോൺ നമ്പർ ഒന്ന് തരാവോ? അത് കേട്ടതും ഉടനെ ജയശങ്കർ ചോദിച്ചു, എന്റെ ഫോൺ നമ്പരോ? എന്തിനാ മേഡം, തൽക്കാലം ഒരു പുലുവാല് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മനുശ്രീ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലടോ, ഇനി അഥവാ എന്തേലും വിവരം കിട്ടിയാൽ തന്നെ ഒന്ന് അറിയിക്കണ്ടേ, അതിനുവേണ്ടിയാ. തന്റെ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ വിളിച്ചു അറിയാനായിട്ടാണ് തന്റെ നമ്പർ ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞതും ജയശങ്കർ പറഞ്ഞു, ഓ അത് ശരി. അല്ല മേഡം, ഞാനിപ്പോ ഇങ്ങനെ ഒരു അക്കിടിയിൽ പെട്ടിരിക്കുന്നത് കൊണ്ടേ ഇനി പുതിയൊരു പുലിവാലൊന്നും തൽക്കാലം പിടിക്കുന്നില്ല, അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും മധുശ്രീ പറഞ്ഞു, ഓ ശരി, എന്നാ ഞാൻ പോയിക്കട്ടെ മേഡം എന്ന് പറഞ്ഞ് മൊബൈൽ നമ്പർ ജയശങ്കർ കൊടുത്തിട്ട് ഇന്ന് നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മധുശ്രീയുടെ യാത്ര പറഞ്ഞ് ജയശങ്കർ പോകുന്നു. ജയശങ്കർ പോയി കഴിയുമ്പോഴേക്കും മധുശ്രീക്ക് വലിയ സന്തോഷമായി. കാർത്തികയെ കൊടുക്കാനുള്ള കാർത്തികയുടെ കള്ളക്കളി പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗോൾഡൻ ചാൻസ് തന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അത് കണ്ട് മധുശ്രീ വലിയ സന്തോഷത്തോടെ തന്റെ വണ്ടിയിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു, ഓ എൻ്റെ ദൈവമേ, ഇത് കൊള്ളാവല്ലോ, ഇതെന്തൊരു ഭാഗ്യമാണ് എനിക്ക്. ദൈവം കൃത്യമായി തന്നെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് അയാളെ ഏൽപ്പിച്ചു. ഇതൊന്നും ഇവിടെ ആരോടും ഒന്ന് പറഞ്ഞ് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ എൻ്റെ ഈശ്വര. എന്തായാലും കാർത്തികേ, അങ്ങനെ നിന്റെ കള്ളത്തരം എൻ്റെ കയ്യിൽ പിടികിട്ടി കഴിഞ്ഞു. നീ അങ്ങനെ എന്നെ മുന്നിൽ വലിയ നാടകം നടിച്ചങ്ങ് പോയതല്ലേ. എന്നാൽ നിന്റെ ആ നാടകം പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ളതെല്ലാം എൻ്റെ പക്കൽ കിട്ടി മോളെ എന്ന് പറഞ്ഞ് മധുശ്രീ സന്തോഷത്തോടെ നിൽക്കുന്നു. അതിനുശേഷം പിന്നീട് ക്ഷേത്രത്തിൽ തൊഴാനായി എത്തിയ സമയത്ത് അവിടെ കാർത്തിക തൻ്റെ ഹർഷന് വേണ്ടി വളരെ
പ്രതീക്ഷയോടെ അങ്ങനെ പ്രാർത്ഥനയോടെ അങ്ങനെ നിൽക്കുകയും ഹർഷൻ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങിയെത്തണമെന്നും ഹർഷൻ എത്രയും പെട്ടെന്ന് വന്ന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുമൊക്കെ പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുമ്പോൾ അതേ ക്ഷേത്രത്തിലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളിൽ ഒരാളായ ആ കൗണ്ടറിലിരിക്കുന്ന ആളുടെ അരികിലേക്ക് എത്തി തന്നെ മൊബൈൽ ഫോണിലെ കാർത്തികയുടെ ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടി ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അയാളോട് ചോദിച്ചു. അത് കേട്ടതും അയാൾ തനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ പരിചയമില്ല എന്നും കണ്ടിട്ടുള്ള ഒരു ഓർമ്മയില്ല എന്നും അയാൾ പറയുന്നു. അപ്പോഴാണ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ അരികിലേക്ക് പൂജാരി എത്തിയത്. പൂജാരിയോട് അന്ന് അവിടെ നടക്കുന്ന വിശേഷാൽ പൂജയെക്കുറിച്ച് കാർത്തിക അന്വേഷിക്കുകയും തൻ്റെ ഭർത്താവായ ഹർഷന്റെ പേരിൽ അങ്ങനെ ഒരു പൂജ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അത് കേട്ട ഉടനെ തന്നെ അത്തരത്തിലൊരു പൂജ നടത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ ഭർത്താവ് തന്നെയാണല്ലോ അല്ലേ ഈ ഹർഷൻ എന്ന് പറഞ്ഞ വ്യക്തി? ഞാൻ ചോദിച്ചു വേറൊന്നുമല്ല, ഇന്നത്തെ ദിവസം ഉമാമഹേശ്വര പൂജയെന്നാണ് അറിയപ്പെടുന്നത്. ഉമാമഹേശ്വരന്മാർ ഒന്നിക്കുന്ന ഒരു ദിവസമെന്നാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം നിലനിൽക്കെ ഇന്നത്തെ ദിവസം ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താവിന് വേണ്ടി ഭാര്യ നടത്തുന്ന പൂജയും വഴിപാടുകളും ഈ പ്രത്യേക പൂജയും ഒക്കെ അത് അവരുടെ ജീവിതത്തിനും അവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിനും ആയുസ്സിനുമൊക്കെ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അത് കൂടുതൽ കാലം നിലനിൽക്കാനായിട്ടും ഐശ്വര്യത്തോടും സന്തോഷത്തോടും നിലനിൽക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കും, ദേവീ ദേവന്മാർ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത് എന്നും അങ്ങനെ ഒരു വിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അദ്ദേഹം അറിയിച്ചു. ഇതേസമയം ആ ക്ഷേത്രത്തിൽ തന്നെ ഉപപ്രതിഷ്ഠകളുടെ മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശാലിനി. എൻ്റെ വിഷ്ണുവേട്ടന് ഒരാപത്തും വരുത്തരുതേ എന്നും ഇന്നും വിഷ്ണുവേട്ടൻ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കണേ എന്ന് മനമൊരുക്കി ശാലിനിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് മുന്നിൽ നിന്നു. കാർത്തിക തൻ്റെ ഹർഷന് വേണ്ടി ആ പൂജ നടത്തിക്കൊള്ളാനായി തിരുമേനിയോട് പറഞ്ഞു. എന്നാൽ കുട്ടി ഷീട്ടാക്കിയിട്ട് വന്നോളൂ, ഞാൻ അപ്പോഴേക്കും വഴിപാട് കഴിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അദ്ദേഹം അകത്തേക്ക് പോകുന്നു. ശ്രീകോവിലേക്ക് അദ്ദേഹം കയറി പോകുന്ന സമയത്ത് ചുറ്റമ്പല പ്രദക്ഷിണം വയ്ക്കാനായി കാർത്തിക പോകുമ്പോൾ അപ്രതീക്ഷിതമായി കാർത്തിക ചുറ്റമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് വരുമ്പോഴാണ് തൻ്റെ മുന്നിലേക്ക് വന്നു നിൽക്കുന്ന ആളെ കണ്ട് കാർത്തിക ഞെട്ടിയത്. കാർത്തിക നേരെ നോക്കിയതും വളരെ ഗൗരവത്തോടെ തന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ആ ആളുടെ മുഖം കണ്ട് ആകെ ഭയത്തോടെ നോക്കുകയാണ് കാർത്തിക. ശാലിനി വളരെ ഗൗരവത്തോടെ രൂക്ഷമായി കാർത്തികയെ തന്നെ നോക്കി നിന്നു. അവസാനം കാർത്തിക ശാലിനിയെ മറികടന്ന് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി കാർത്തികയെ പോകാൻ അനുവദിക്കാതെ വഴിമുടക്കിയായി വീണ്ടും തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഇത് കണ്ട ഉടനെ കാർത്തിക ചോദിച്ചു, മാറ്, എനിക്ക് പോണം എന്ന് പറഞ്ഞതും കാർത്തിക നോക്കി ശാലിനി പറഞ്ഞു, ശരി പൊയ്ക്കോ, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അത് കേട്ടതും കാർത്തിക പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, എന്നിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കാർത്തികയെ പോകാൻ അനുവദിക്കാതെ ശാലിനി തടഞ്ഞു നിർത്തുന്നത് കണ്ട് കാർത്തിക ചോദിച്ചു, നിങ്ങൾ കളക്ടറിൽ നിന്നുള്ള അധികാരം വെച്ച് എന്നെ തടയാൻ നോക്കുവാണോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനിയെ മറികടന്ന് കാർത്തിക പോകാൻ ശ്രമിക്കുന്നത് കണ്ട് ശാലിനി കാർത്തികയുടെ കയ്യിൽ പിടിച്ചു നിർത്തുന്നു. എനിക്ക് സംസാരിക്കാനുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ മര്യാദയോട് ആണ് കാർത്തിക സംസാരിക്കുന്നത്. ഇപ്പോൾ താൻ പറഞ്ഞതുപോലെ ആ ഒരു അധികാരം പ്രയോഗിക്കാനാണ് തന്റെ നേരെ നിൽക്കുന്നതെങ്കിലും അന്ന് വിഷ്ണുവേട്ടന്റെ താലി നിങ്ങളുടെ കഴുത്തിൽ വീണു എന്ന് പറഞ്ഞ അതേ ദിവസം തന്നെ എനിക്ക് അധികാരം കാണിച്ച് എൻ്റെ വിഷ്ണുവേട്ടനെ തിരികെ പിടിക്കാമായിരുന്നു. പക്ഷെ ഞാൻ അതിന് തയ്യാറാകാത്തത് വിഷ്ണുവേട്ടന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ല എന്നും വിഷ്ണുവേട്ടൻ എന്നെ മറന്നു കളഞ്ഞു എന്നുണ്ടെങ്കിൽ, വിഷ്ണുവേട്ടന് എന്നോടുള്ള ആ സ്നേഹം നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനെ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കണം? അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും മുതിരാതിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം അറിയണം, നിങ്ങൾ എവിടെ വെച്ച് കണ്ടു, എന്നു മുതൽ കണ്ടു, എങ്ങനെ ഈ തീരുമാനത്തിലെത്തി? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കിട്ടിയേ തീരും. കാരണം ഇത്രയും നാൾ പ്രാണനെ പോലെ കൊണ്ടു നടന്ന എൻ്റെ ജീവശ്വാസമായിരുന്ന എൻ്റെ നിധിയായിരുന്ന എൻ്റെ വിഷ്ണുവേട്ടനെയാണ് ഇന്ന് നീ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിലെനിക്ക് നിന്നോട് പരിഭവമോ ദേഷ്യമോ ഒന്നും തന്നെയില്ല. എനിക്ക് നിന്നോട് യാതൊരു വിദ്വേഷവുമില്ല. കാരണം എൻ്റെ വിഷ്ണുവേട്ടൻ എന്നെ വേണ്ട എന്ന തീരുമാനത്തിലെത്തിയത് കൊണ്ടാണല്ലോ നിന്നെ അല്ലെങ്കിൽ നിന്നെ വിവാഹം കഴിച്ചത്. അതിൽ ഞാൻ നിന്നോട് വേറൊന്നും ചോദിക്കുന്നില്ല. ഒരേ ഒരു കാര്യം, ഇതിനിടയിൽ നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത്? എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ദയവ് ചെയ്ത് കാർത്തിക എനിക്ക് മറുപടി തന്നേ തീരൂ. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ ഞാൻ നിലനിൽക്കണ്ട എന്ന് വിഷ്ണുവേട്ടൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറി തന്നോളാം. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിബന്ധമായോ പ്രശ്നമായോ ഞാൻ ഉണ്ടാവില്ല. പക്ഷെ എനിക്കറിയണം എല്ലാത്തിൻ്റെയും സത്യാവസ്ഥ എന്ന് ശാലിനി പറഞ്ഞു. ഇത് കേട്ടതോടെ ആ നിമിഷം കാർത്തിക ആലോചിച്ചു, എന്നെ പോലെ തന്നെയാണല്ലോ പാവം ശാലിനിയും. എൻ്റെ ഹർഷനെ ചിന്തിച്ച് ഞാൻ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ വിഷ്ണുവേട്ടനെ മാത്രം മനസ്സിൽ ചിന്തിച്ചും കരുതിയും കൊണ്ട് വിഷ്ണുവേട്ടനെ മാത്രം സ്നേഹിച്ച് ശാലിനിയും ജീവിക്കുന്നത്. ഈ പാവത്തിനെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. ശാലിനി വലിയ കളക്ടർ ആയതുകൊണ്ട്
തൽക്കാലം എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സുരക്ഷിതമായ ഒരു താവളം ഒരുക്കി തരാൻ ശാലിനിക്ക് കഴിയും. ശാലിനിയോടെല്ലാം തുറന്നു പറഞ്ഞാൽ ശാലിനി എന്നെ സഹായിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമല്ലോ. ഇനി അഥവാ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞാൽ അത് വിഷ്ണുവേട്ടൻ പിന്നെ എല്ലാവരുടെയും മുന്നിൽ ഇത്രയും വലിയൊരു നാടകം കളിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതാകും. എന്താ ചെയ്യുക എന്നാലോചിച്ച് അങ്ങനെ നിൽക്കുന്ന നേരത്ത് അവിടെ ആ ക്ഷേത്രത്തിൽ തന്നെ ജയശങ്കറും കാർത്തികയെ അന്വേഷിച്ച് ആ ചുറ്റമ്പലത്തിനരികിലൂടെ നടന്നു വരുന്നത്. ഈ സമയത്ത് കാർത്തിക അതെല്ലാം ആലോചിച്ചങ്ങനെ നിൽക്കുന്ന നേരത്ത് ശാലിനി വിളിച്ചു, കാർത്തികയെ, താൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, ശരി ശാലിനി, ഞാനെല്ലാം പറയാം. പക്ഷേ ഒരു കാര്യം, ഞാൻ തന്നോട് പറയുന്ന കാര്യങ്ങളൊന്നും മൂന്നാമതൊരാൾ ഇനി അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് വിഷ്ണുവേട്ടൻ പോലും. അതുപോലെ തന്നെ താൻ എനിക്കൊരു സത്യം ചെയ്തു തരണം. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഒരു തുറന്ന പുസ്തകം പോലെ ഞാൻ ശാലിനിയുടെ മുന്നിൽ തുറന്നു പറയുമ്പോൾ ശാലിനിയും അതുപോലെ തന്നെ ശാലിനിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നോടും പറയണം. വാക്കാണോ എന്ന് ചോദിച്ച് അങ്ങനെയാണെങ്കിൽ സത്യം ചെയ്യാനായി ശാലിനിയോട് കാർത്തിക ആവശ്യപ്പെട്ടതും ശാലിനിയുടെ നേരെ കാർത്തിക തന്റെ കൈകൾ നീട്ടിയത് കണ്ട് ശാലിനി ആ കൈകളിൽ തന്റെ കൈകൾ വെച്ചുകൊടുത്ത് സത്യം ചെയ്യുന്നു. താനും തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തുറന്ന് പറയാമെന്ന് ശാലിനി കാർത്തികയ്ക്ക് സത്യം ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം വാക്ക് കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന നേരത്ത് ശാലിനിയും കാർത്തികയും കൂടി അവിടെ നിൽക്കുന്നത് കണ്ട് അവിടേക്ക് ജയശങ്കർ എത്തുന്നു. കാർത്തികയെ ആ ക്ഷേത്രത്തിൽ വെച്ച് നേരിൽ കണ്ട ആ ഞെട്ടലിൽ ജയശങ്കർ കലിയോടെ കാർത്തികയെ നോക്കുന്നു.